CPM വിട്ട് BJPയിലേക്ക് പോയ ബിപിൻ സി ബാബുവിനെതിരെ സദാചാരത്തിന്റെ ആസ്ഥാന കാവൽക്കാരൻ ചമഞ്ഞ MV ഗോവിന്ദൻ ലവിലേശം ഉളുപ്പില്ലാതെ ഛർദ്ദിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് കേട്ടുനോക്കാം. ബിപിൻ സി ബാബു നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ ആ കമ്മിറ്റി പങ്കെടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ കരുനാഗപ്പള്ളി കമ്മിറ്റി ഞാൻ പങ്കെടുത്തു പറഞ്ഞ പോലെ തന്നെ അവിടെ ഞാൻ പങ്കെടുത്തിയാണ്. ആലപ്പുഴ ജില്ലയിലെ ഈ പറയുന്ന കായംകുളം ഏരിയ കമ്മിറ്റി പങ്കെടുത്തപ്പോൾ എന്താ സ്ഥിതി? എന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇവന്റെ ഭാര്യയുടേതാണ്. ഇവന്റെ ഭാര്യയെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, കേസുണ്ട്. ഇവനും എന്റെ അമ്മയും ഈ നമ്മളെ പാർട്ടീന്റെ ഒപ്പം നിൽക്കല്ലേ, പോയാലേ നമുക്ക് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ കമ്മിറ്റി പറഞ്ഞു, ഉറച്ച നിലപാട് സ്വീകരിക്കണം. ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇവരാണെങ്കിൽ വേറൊരു സ്ത്രീ ആയിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് ആരോപണം. ആ സ്ത്രീക്കെതിരായിട്ട്, അതായത് ഭാര്യക്കെതിരായിട്ട് കടന്നാക്രമം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേസ് വന്നത്. ആ കേസൊന്നും പ്രശ്നമില്ലാണ്. സുരേന്ദ്രൻ പ്രശ്നമായിരിക്കില്ല. സുരേന്ദ്രൻ ഇതിനേക്കാളും ഭയങ്കരമായ എന്തെല്ലാം സംഭവങ്ങൾ കണ്ടയാളാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കേസ്. പക്ഷെ സംഭവം ഇവിടെ വളരെ വളരെ അപകടമാണ്. നമ്മൾ പറഞ്ഞു, തെറ്റായ ഒന്നിനെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല, അഡ്മിറ്റ് ചെയ്യില്ല. ബിപിൻ ബാബു അല്ല, അതിന്റെ അപ്പുറത്തുള്ള ആരായാലും. അങ്ങനെ വന്നപ്പോഴാണ് ഗത്യന്തരില്ല എന്ന് വന്നപ്പോ ഞാൻ BJPയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയത് കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഒന്നും നഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ള ജീർണമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവാത്ത, നമ്മൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയാൽ ആ പാർട്ടി ഗൗരവപൂർണമായ പാർട്ടിയായി ശക്തിയായി മുന്നോട്ടേക്ക് വരിക ചെയ്യുക. ജീർണത അവസാനിക്കും, നല്ല ആരോഗ്യം വരും പാർട്ടി ആരോഗ്യപരമാവും. ഇങ്ങനെയുള്ള തെറ്റായ ജീർണമായ എല്ലാറ്റിനെയും നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. ഇനി ഗോവിന്ദനെ ഇന്ന് പൊതുമരാമത്ത് മന്ത്രിയും സർവോപരി മുഖ്യമന്ത്രിയുടെ മരുമകനുമായി വിലസുന്ന മുഹമ്മദ് റിയാസിനെ കുറിച്ച് 2020 വന്ന ഒരു വാർത്തയൊന്ന് കേൾപ്പിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും ബിസിനസ് കോർപ്പറേറ്റും IT സ്ഥാപന ഉടമയുമായ വീണ വിജയനും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസുമായുള്ള വിവാഹ നിശ്ചയത്തിന് പിന്നാലെ മുഹമ്മദ് റിയാസ് ആദ്യ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിച്ച വിവരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. 2015 കേസാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഏറെ നാളായി സമീഹയ്ക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിലും ഈയിടെയാണ് കോടതിയെ സമീപിച്ചത്. തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മർദ്ദിക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. ഇന്നലെയായിരുന്നു സമീഹയുടെ ഹർജി കോടതി പരിഗണിച്ചത്. ഭാര്യ സമീഹ പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന ആവശ്യവും ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് യുവതിക്ക് ആവശ്യമായ സംരക്ഷണം നൽകാനും ആവശ്യമുള്ളപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനുമായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത്. 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചതെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. മർദ്ദനമേറ്റ് മൂത്രദാസം വരെ ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു. കൂടാതെ സ്വർണം മുഴുവൻ കൈക്കലാക്കി. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പീഡനം നിത്യസംഭവമായതോടെ ആത്മഹത്യ ചെയ്യാൻ തോന്നി. മക്കളെ വീട്ടിൽ നിർത്തി ഒഴിഞ്ഞു പോയിക്കോളാനാണ് ഭർത്താവ് പറഞ്ഞതെന്നും പരാതിയിൽ വ്യക്തമായിരുന്നു. ഇനി ഗോവിന്ദനെ ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വിലസുന്ന P ശശിയെക്കുറിച്ച് 2011 വന്ന ഒരു വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഗുരുതരമായ സദാചാര ലംഘനം നടത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ സെക്രട്ടറി P ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം. ശശിയെ സസ്പെൻഡ് ചെയ്യുവാനുള്ള പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം സംസ്ഥാന സമിതി തള്ളിക്കളയുകയായിരുന്നു. ശശിയെ പുറത്താക്കണമെന്ന് VS അച്യുതാനന്ദൻ പലതവണ പ്രത്യക്ഷമായും പരോക്ഷമായും ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിയുടെ പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന VSന്റെ നിലപാടിനുള്ള പിന്തുണ കൂടിയാണ് സംസ്ഥാന സമിതിയുടെ ഇപ്പോഴത്തെ തീരുമാനം. DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും CPMന്റെ ഒരു MLAയും നൽകിയ പരാതികളാണ് ശശിയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചത്. യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ P ശശി ചികിത്സയിൽ കഴിയുന്ന കാലത്ത് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന DYFI നേതാവിന്റെ ഭാര്യയായ യുവതി CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു. CPMലെ പ്രമുഖനായ ഒരു MLA സമാനമായ മറ്റൊരു പരാതി നൽകി. MLAയുടെ മകളോട് അപമര്യാദയായി പെരുമാറിയെന്നതായിരുന്നു പരാതി. കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലുള്ള നെറുവുകെട്ടവന്മാരെ ഉന്നത പദവികളിൽ ഇരുത്തിക്കൊണ്ട് വലിയ സദാചാരം വിളമ്പിയ ഗോവിന്ദന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പാൻ ആർജവമുള്ള ഒരൊറ്റ സഖാത്തി പോലും സദസ്സിലുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.